കുഞ്ഞു കുഞ്ഞു good doggy. അമ്മമ്മേ എന്നാ നോക്കിക്കേ. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്ന് കേട്ടോ. ഞാന് നേരത്തെയൊക്കെ ആണെന്നുണ്ടെ എപ്പോഴും ഓരോ പാക്കറ്റ് ബിസ്ക്കറ്റ് ഇവിടെ സ്റ്റോക്ക് വെച്ചേക്കും കേട്ടോ. ഇവർ വീട്ടിലിരിക്കുമ്പോഴും വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ കഴിച്ചോട്ടെ നോക്കി ഇപ്പം ബിസ്ക്കറ്റ് മേടിക്കത്തില്ല കേട്ടോ. ഇന്ന് ചെറിയ 2 പാക്കറ്റ് മേടിച്ചു. പൊട്ടറ്റോയുടെ ക്രാക്കിൻ്റെയും കേട്ടോ, ചെറിയ പാക്കറ്റ്. ഇപ്പം വന്ന് കണ്ട ഉടനെ ഇപ്പം വേണമെന്ന് പറയും. പിന്നെ വെള്ളക്കടല, പിന്നെ നമ്മുടെ ലിക്വിഡ് തീർന്നായിരുന്നു കേട്ടോ. പിന്നെ മേടിച്ചത് സർഫ് എക്സലിൻ്റെ ഒരു സോപ്പ്. നമ്മൾ കട്ട് ചെയ്യുന്ന എന്തുവാ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ഒരു സോപ്പ് ഇവിടെ ഇരിപ്പുണ്ടേ. പക്ഷെ അത് മുറിക്കാനുള്ള പ്രയാസം കൊണ്ട് ഞാൻ ഇതെല്ലാം ഒരെണ്ണം വാങ്ങിച്ചതാ കേട്ടോ. ഇതാകുമ്പോൾ എളുപ്പം പോയി എടുക്കാമല്ലോ, കവർ പൊട്ടിച്ചെടുത്താൽ മതി. പിന്നെ ഇത് എന്തുവാണെന്ന് ചോദിച്ചാൽ പെർഫ്യൂം ആട്ടോ. കുഞ്ഞ് പൗഡർ ആണെന്നുണ്ടെങ്കിലും ഈ പെർഫ്യൂമൊക്കെ ആണെങ്കിലും ചെറിയ പാക്കറ്റ് മേടിക്കുന്നതാണ് എനിക്ക് ലാഭം കേട്ടോ. എന്ന് വെച്ചാൽ ഇവർ മൊത്തം കുടഞ്ഞിട്ട് പൗഡറും കളയും, ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേച്ച് ദൂരെ കളയും കേട്ടോ. ബോട്ടിലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇവരത് ഒരു ദിവസം കൊണ്ട് അവരതെല്ലാം കളയും. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തേതേ മേടിക്കത്തുള്ളൂ. ഇതാകുമ്പോൾ ചെറുതായിട്ടൊന്ന് തൂത്താൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പിന്നെ ബ്രൂവിൻ്റെ പാക്കറ്റ്, കുഞ്ഞി പാക്കറ്റ് എനിക്ക് മാത്രം മതിയല്ലോ കാപ്പി. അപ്പം ഞാൻ ഇതെല്ലാം ഒരു പാക്കറ്റ് പൊട്ടിച്ചാൽ എനിക്കൊരു ഗ്ലാസ് കാപ്പിക്കുള്ളതാവുമല്ലോ. പിന്നെ പഞ്ചസാര, 1 കിലോ പഞ്ചസാര. അതോടെ ഇന്നത്തെ പർച്ചേസ് കഴിയും. പിന്നെ പാല് കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഇന്ന് മേടിച്ചു. ഇന്ന് വന്നിട്ട് ഞാൻ കരുതി വെച്ചിരുന്ന പണി എന്തൊക്കെയായിരുന്നറിയാവോ? എന്തുവാ, മോര് കാച്ചണമായിരുന്നു, പിന്നെ ചീമച്ചക്ക മെഴുക്കുവരട്ടി വെക്കണം. 2 പണിയും ചെയ്ത് തീർക്കണമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മോരുകറി ഇന്ന് ഞാൻ വെക്കുന്നില്ല, ചീമച്ചക്ക മെഴുക്കുവരട്ടി വെക്കാം കേട്ടോ. അതിനി ഇരുന്ന കേടായിപ്പോ. മോരുകറി വെക്കാഞ്ഞതിൻ്റെ കാരണം മാമിയാണ് സാമ്പാർ തന്നു കേട്ടോ. അതുകൊണ്ട് ഞാനിന്ന് മോരുകറി വെക്കുന്നില്ല. പിന്നെ വേറെ തോരനും തന്നു. അതുകൊണ്ട് ഇന്ന് മെഴുക്കുവരട്ടി അങ്ങ് വെക്കുക. മെഴുക്കുവരട്ടി വെക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അത് കേടായി പോയാലോ എന്നോർത്ത് ഞാൻ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ, ചിലപ്പോൾ ഒന്നും ചെയ്യത്തില്ല. പിന്നെ രാവിലെ പാലപ്പം ഉണ്ടാക്കി. രാവിലത്തേക്കേ ഉള്ളായിരുന്നു കേട്ടോ. 4 കണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം രാവിലെ കഴിക്കാനുള്ളതേ ഉള്ളായിരുന്നേ. മാവ് കുറച്ച് മാമി തന്നതാട്ടോ, ഞാൻ അരി അരച്ചില്ലായിരുന്നല്ലോ. അപ്പോൾ പിന്നെ 2 പേരും കൂടെ അവലൊക്കെ നനച്ച് കഴിച്ചിട്ടുണ്ട്. ട്യൂഷൻ കഴിഞ്ഞ് വരുന്നുണ്ട്. ട്യൂഷൻ കുട്ടി വന്നു. ട്യൂഷൻ കുട്ടി അതവിടെ ഇരുന്നോട്ടെ. മോനെ കൂട്ടുള്ള സാധനമല്ല, അത് അമ്മയുടെ അല്ല, വേറൊരാൾക്കുള്ള സാധനമാണ്. ശ്രദ്ധിക്കണ്ടെന്ന് പറഞ്ഞതാ. സാധനമല്ലേ എടുത്തു വെക്കാവോ? അതെന്താ? എന്തോ മേടിക്കാനോ? ഇന്ന് ഞാൻ ഒന്നും മേടിച്ചില്ലെന്നല്ല, എന്താ അവിടുന്ന്
ഈ കുടുംബശ്രീ വീടുകളിൽ ഉണ്ടാക്കത്തില്ലേ ഉണ്ണിയപ്പമൊക്കെ, അങ്ങനെ ഒരു പ്രായമുള്ള ഒരു അപ്പച്ചന് വന്ന് ചോദിച്ചു, ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം മേടിക്കാവോ, വീട്ടിലുണ്ടാക്കുന്നതാ, ഒന്ന് സഹായിക്കാവോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നേ. അപ്പം ഞാനൊരു പാക്കറ്റ് ഉണ്ണിയപ്പം മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവർക്ക് അതൊന്നും വേണ്ട, ഇവർക്ക് നല്ല എരിയും പുളിയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെയാണ് ഇവർക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ മാമി ചായ എടുത്തോണ്ട് വന്നപ്പോൾ ഞാൻ അവിടെ വെച്ചത് പൊട്ടിച്ച് അവിടെ കൊടുത്തു. ഇവിടെ കൊണ്ടുവന്ന് ഇവർക്ക് വേണ്ടാത്തത് കൊണ്ട് ഇന്ന് എന്തുവാ കൂട്ടാനൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചേ നമ്മുടെ പ്ലാനൊക്കെ കൊണ്ട് മാറ്റി വെക്കാമെന്ന് വെച്ചാൽ കുറച്ച് പണികൾ തയ്ക്കാൻ ഇച്ചിരി ഉണ്ട് കേട്ടോ. തയ്ക്കാനെന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സ് ഒരെണ്ണം വാങ്ങിച്ചത് ഓൾട്ടർ ചെയ്യാനുണ്ട്, പിന്നെ ഒരെണ്ണം തയ്യൽ അഴിഞ്ഞു പോയിട്ടോ. അതൊക്കെ തയ്ക്കാൻ കുറേ ദിവസമായിട്ട് അവിടെ ഒരു കസേരയിൽ മടക്കി വെച്ചിരിക്കുമോ, ഇതുവരെ അതിന് സമയം കിട്ടില്ല. അപ്പം ഇന്ന് പാചകമൊന്നും ഇല്ലെങ്കിൽ പിന്നെ അത് ചെയ്തങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചാൽ അത് എടുക്കാം അല്ലേ. തോരനും സാമ്പാറും ഒക്കെ ഉണ്ടല്ലോ, അപ്പം ഇന്നിനി പ്രത്യേകിച്ച് മെഴുക്കുവരട്ടി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് നാളെ ആവട്ടെ. പിന്നെന്താണ് വിശേഷം? എൻ്റെ പ്രിയങ്ങൾ ഒത്തിരി പേര് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അസുഖത്തിൻ്റെ കാര്യം കേട്ടോ. അസുഖത്തിൻ്റെ കാര്യം എനിക്കുണ്ടായ സിംറ്റംസ് എന്തൊക്കെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചവരോട് ഞാൻ പറയുവാണ്, എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല സിംറ്റംസ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ഇപ്പം എനിക്കുണ്ടായ സിംറ്റംസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ പലർക്കും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ടെൻഷനാവും. എനിക്കിനി അങ്ങനെ ആണോ എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാത്തത്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ രോഗം എങ്ങനെയായിരുന്നു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങളെ എനിക്ക് അതേപ്പറ്റിയൊക്കെ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനതൊന്നും പറയാത്തത് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പലവിധ സംശയങ്ങളാകും, അത് പിന്നെ അവർക്ക് ടെൻഷനാവും, ഡിപ്രഷനാവും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഞാനതിനെ പറ്റിയൊന്നും പറയാത്തത്. പിന്നെ കുറേ പേര് ചോദിച്ചപ്പോൾ ഞാൻ സിംറ്റംസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുതിയതായിട്ട് വന്ന ആൾക്കാരായിരിക്കാം ചോദിച്ചത്, പഴയ വീഡിയോ കണ്ടിട്ടില്ലാത്തവരായിരിക്കാം ചോദിച്ചത്. അപ്പോൾ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം എന്തുവാണെന്ന് ചോദിച്ചാൽ, എനിക്ക് യാതൊരു സിംറ്റംസും കാണിച്ചിട്ടില്ല. എനിക്കൊരു വയ്യാഴികയേ ഇല്ലായിരുന്നു, ഒരു ക്ഷീണമോ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. എൻ്റെ മോനുക്കുട്ടൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ വളരെ 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 ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരുന്ന സമയത്താണ് എനിക്ക് ഈ അസുഖം അറിയുന്നത്. എന്ന് വെച്ചാൽ ഞാനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയത്തിൻ്റെ പേരിൽ ഞാനൊരു ഡോക്ടറോട് പറഞ്ഞു, കുഞ്ഞിനെ നോക്കുന്ന മോനുക്കുട്ടനെ ആ സമയത്ത് നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടറാണ്, പീഡിയാട്രീഷ്യനോടാണ് ഞാൻ പറഞ്ഞത്. അതൊരു ലേഡി ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇതുപോലെ ഒരു കാര്യമുണ്ട്, എനിക്കിങ്ങനെയൊന്നും സംശയം തോന്നി, ഒരു തടിപ്പ് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് ആദ്യം പറഞ്ഞത്, ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കുണ്ടാകുന്ന പ്രശ്നമാണ്, യാതൊരു ടെൻഷനും വേണ്ട എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ കുഞ്ഞിൻ്റെ ചെക്കപ്പ് കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഡോക്ടർ പറഞ്ഞത്, ഏതായാലും എന്നോട് സംശയം പറഞ്ഞ സ്ഥിതിക്ക് ഒരു സ്കാനിങ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ് എൻ്റെ ആശ്വാസത്തിന് ഡോക്ടർ ഒരു സ്കാനിങ് എഴുതി തന്നത്. എന്തുവാ, ഒരാൾ പരിശോധനയ്ക്ക് വന്നേക്കുവാ കേട്ടോ. ഞാനില്ലേ വൈകിട്ട് പോയുള്ളല്ലേ, അവല് കഴിച്ചില്ലേ? പൊട്ടറ്റോയുടെ ബിസ്ക്കറ്റ് കുറച്ചെടുത്തു, 3-4 എണ്ണം കേട്ടോ. അതൊരെണ്ണം എടുത്തു കേട്ടോ, ബാക്കി ഇവിടെ വെച്ചേക്കെ കേട്ടോ. അപ്പം ചേട്ടനോട് വേണം ചോദിച്ചു. അപ്പോൾ ആ സംശയത്തിൻ്റെ പേരിൽ ഡോക്ടർ എനിക്ക് സ്കാനിങ് എഴുതി തന്നു. സ്കാനിങ്ങിന് ഞാൻ എൻ്റെ മോനുകുട്ടനെയും കൊണ്ടാണ് പോയത്. ഇതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. മോനുകുട്ടനെയും കൊണ്ട് പോയി സ്കാനിങ്ങിന് കയറി. സ്കാനിങ് നീണ്ടു പോയപ്പോഴേ എനിക്ക് മനസ്സിലായി എവിടെയോ ഒരു മണി മുഴങ്ങുന്നുണ്ടെന്ന് കേട്ടോ. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറിനോട് പറഞ്ഞു, എമർജൻസി ആയിട്ട് മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റ് ഫുൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പിറ്റേന്ന് പോയി മാമോഗ്രാം ചെയ്തു. മാമോഗ്രാമിൽ എല്ലാ കാര്യത്തിനും ഒരു തീർപ്പൊക്കെ ഉണ്ടായിരുന്നു, ഇംപ്രഷനൊക്കെ കണ്ടപ്പം. അത് കഴിഞ്ഞ് ഞങ്ങൾ അതറിഞ്ഞ നമുക്കൊരു അറിയുന്ന സമയമുണ്ടല്ലോ, ഇങ്ങനെ ഒരു അസുഖമാണ് എന്നറിയുന്ന ആ ഒരു അങ്കലാപ്പിൽ ഞങ്ങൾ കുറേ മണിക്കൂറുകൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയില്ല, എന്താണ് ഇതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്നൊന്നും നമുക്കൊരു പ്ലാനിങ് ഇല്ല. നമ്മുടെ ഫാമിലിയിൽ ആർക്കും ഇങ്ങനെയുള്ള രോഗമില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് തോന്നിയത് അമൃത ഹോസ്പിറ്റലിലോട്ട് പോകണമെന്നാണ്.
അങ്ങനെ അമൃതയിൽ പോയി ബയോപ്സി ചെയ്തു. ബയോപ്സി ചെയ്ത സമയത്താണ് അവിടെ നിന്നാണ് ഡോക്ടർ എന്നോട് എൻ്റെ രോഗത്തിൻ്റെ കാരണം എന്താണെന്നും എന്നോട് ചെല്ലുമ്പോഴേ നമ്മളോട് ചോദിക്കും നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന്. ക്യാൻസർ വരുന്നതിന് കുറച്ച് കാരണങ്ങൾ, ഒന്നാമത്തേത് പാരമ്പര്യമായിട്ട് ചിലർക്ക് വരാൻ സാധ്യതയുണ്ട്, പിന്നെ ചിലർക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ വരും, അങ്ങനെ പല കാരണങ്ങളുണ്ടല്ലോ. അതിനെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കും നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ഈ അസുഖമുള്ളവർ അങ്ങനെ ആ സമയത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ അവർ എൻ്റെ ബയോപ്സിക്ക് എടുത്തതിന് ശേഷം എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കാനും ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ കാരണമെന്നൊക്കെ അവർ ടെസ്റ്റ് ചെയ്തൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തന്നു. എനിക്ക് രോഗം ഈ ക്യാൻസർ, എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള പ്രധാന കാരണം എനിക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ഒരു ഫലമാണ് കേട്ടോ. ഞാൻ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ മോനിക്കുട്ടനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മോനിക്കുട്ടന് രണ്ടാമത് എനിക്കൊരു കുഞ്ഞു വേണമെന്നുള്ളൊരാഗ്രഹം വന്നപ്പം ഞങ്ങൾക്ക് അങ്ങനെ എന്താ പറയുന്നത്, നോർമലി ഒരു പ്രഗ്നൻസി നടക്കാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പം ആ സമയത്തൊന്നും എനിക്ക് പീരീഡ്സിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നോർമലി എല്ലാം നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ മുത്തിനൊരു 8 വയസ്സൊക്കെ ആയ സമയത്താണ് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് പീരീഡ്സിൽ കുറച്ച് ഡേറ്റൊക്കെ ഇങ്ങനെ വ്യത്യാസം വന്നു തുടങ്ങി. അങ്ങനെയാണ് കറക്റ്റ് ഡേറ്റിൽ വന്നുകൊണ്ടിരുന്നിട്ട് അങ്ങനെ ഡേറ്റൊക്കെ മാറി വരാൻ തുടങ്ങിയപ്പം എനിക്കൊരു ഇതായിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്തു. PCOD ഉണ്ടെന്ന് പറഞ്ഞു. PCOD എന്ന് പറഞ്ഞാൽ 2 ഓവറിയിലും സിസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ അപ്പം ഞാൻ ആദ്യം എൻ്റെ മുത്തിൻ്റെ പ്രഗ്നൻസി ടൈമിൽ സിസേറിയന് വേണ്ടിയിട്ട് പോയ ആ ഡോക്ടറെ തന്നെയാണ് കാണിച്ചത്. ഡോക്ടർക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഹിസ്റ്ററി അറിയാമല്ലോ. അങ്ങനെ ആ ഡോക്ടറെ കാണിച്ച സമയത്താണ് PCOD ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. രണ്ടാമത് എന്തായാലും പ്രഗ്നൻസി വേണമെന്നുള്ള ആ കാര്യം ഡോക്ടറോട് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അതിന് വേണ്ടിയിട്ടും കൂടെ ഉള്ള കുറച്ച് മെഡിസിൻസും ഒക്കെ തന്നുകൊണ്ടേയിരുന്നു. എന്തിനായാലും ഒരു 2 വർഷത്തോളം ഞാൻ മെഡിസിൻ കഴിച്ചു, ഇഞ്ചക്ഷൻ ചെയ്തു. അങ്ങനെ ചെയ്തു. ഞാൻ എല്ലാ മാസവും പ്രതീക്ഷയോടെ കാത്തിരിക്കും, ഈ മാസം എനിക്ക് പോസിറ്റീവായിരിക്കും പ്രഗ്നൻസി എന്നുള്ള ഒരു വിചാരത്തിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഉണ്ടല്ലോ, ആ ഡേറ്റൊക്കെ ചേഞ്ച് ആയി 1-2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാ സമയത്തും നല്ല വയറുവേദന വരാറുണ്ട്. വയറുവേദന വരുമ്പോഴത്തേക്ക് ഞാൻ വയറുവേദന കൊണ്ടൊന്നുമല്ല, അങ്ങ് കിടന്ന് ഒരുപാട് കരയുമായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് അറിയില്ല എങ്ങനെയാണ് ഈ 8-10 വർഷവും ജീവിതകാലം മുഴുവനും ഒക്കെ കുഞ്ഞുങ്ങളില്ലാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അമ്മമാരെ പറ്റിയൊക്കെ ഞാൻ ഓർത്താൽ എൻ്റെ നെഞ്ചു പൊട്ടും. ഞാൻ ഈ 1-2-3 വർഷമൊക്കെ ഞാൻ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരുന്ന സമയത്തൊക്കെ എന്തും വേണ്ടി വിഷമിച്ചു എന്നുള്ളത് കേട്ടോ. എല്ലാ മാസവും വെറുതെ കിടന്ന് എല്ലാ മാസവും ഇത് തന്നെയായിരുന്നു. ഇങ്ങനെ ഈ 2.5-3 വർഷത്തോളമുള്ള ചികിത്സയുടെ എല്ലാ മാസങ്ങളിലും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കത്തുന്ന വേദനയോട് ഇങ്ങോട്ട് വരുന്നു. വന്നു കഴിയുമ്പോഴത്തേക്ക് വേദന കൊണ്ടല്ല കാര്യം, ഹൃദയം നുറുങ്ങി അങ്ങോട്ട് കരയും. ഇതും ഈ പ്രാവശ്യവും ദൈവം അനുഗ്രഹിച്ചില്ലല്ലോ എന്നുള്ള ഒരു പരാതി അവിടുത്തോടും പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ എന്തുതന്നെയായാലും ഒരു 2.5 വർഷത്തിന് ശേഷം ഞാൻ അതുവരെ കാണിച്ച ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ചേഞ്ച് ചെയ്ത് വേറൊരു കുറച്ചുകൂടി ഫെസിലിറ്റി ഉള്ളൊരു ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് അത്രയ്ക്കും എനിക്കൊരു എന്താ പറയുന്നത്, എനിക്ക് രണ്ടാമതൊരു കുഞ്ഞ് വേണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എന്നാ ചോദിച്ചു എന്താ നേരത്തെ എന്ന് ഒരു മുത്തിനൊരു 8 വയസ്സ് വരെയൊക്കെ ആവുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നും തോന്നിയിട്ടുമില്ല. എന്താണ്, എല്ലാവരും വീട്ടിൽ അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു കുഞ്ഞ് വേണം, ഇടയിൽ ഒരാളൂടെ വേണം എന്നൊക്കെ പറയുമ്പോഴാണെന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ അങ്ങനെ എൻ്റെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട്, എൻ്റെ ചുറ്റുപാടുകളൊക്കെ കൊണ്ട് ഞാനങ്ങനെ എനിക്ക് മുത്തിനെ മതി, അവൻ്റെ കുസൃതികളുണ്ട്, അവനെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വളർത്തിയെടുത്താൽ മതി എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നമ്മുടെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മുത്തിന് ഒരു അനിയനോ അനിയത്തിയോ വേണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ വന്നത് കേട്ടോ. അതുമാത്രമല്ല, അവനെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയപ്പോൾ എല്ലാവരും പറഞ്ഞു ഒറ്റയ്ക്ക് വളരുന്നതിൻ്റെതാണ്, സഹോദരങ്ങളില്ലാത്തതിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒരു കുഞ്ഞൂടി ആവാം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം മനസ്സിൽ അങ്ങനെയാണ് തോന്നി തുടങ്ങിയത്. അപ്പം അങ്ങനെ എന്തായാലും ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ പോയൊരു ലേഡി ഡോക്ടറാണ്. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എനിക്ക് ആദ്യം ചെക്കപ്പിന് ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ അതുവരെ കഴിച്ചിരുന്ന അതേ മെഡിസിൻസ് ഇങ്ങോട്ട് എഴുതി തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഇനിയും കഴിക്കാൻ വയ്യ മെഡിസിൻ, എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ഇതിനുണ്ടോ. എൻ്റെ മൂത്ത ആളിന്
9-10 വയസ്സാവുകയാണ്, എനിക്കൊരു കുഞ്ഞിനെ കിട്ടുമോ എന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, 1 മാസം കൂടി ഈ മെഡിസിൻ കഴിക്കുക, അതിനുശേഷം നമുക്ക് നോക്കാം, എന്നിട്ടും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. എന്തുതന്നെയായാലും ആ 1 മാസം കഴിഞ്ഞു. ഞാൻ വന്ന് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ ലാപ്രോസ്കോപ്പിക്ക് ഡേറ്റ് തന്നു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ 3 വർഷത്തെ കാത്തിരിപ്പ്, കുറേ ട്രീറ്റ്മെൻറ്റ്, അതിനേക്കാൾ ഉപരി ഒരു ലാപ്രോസ്കോപ്പിയുടെ ചിലവ്, അതൊക്കെ എനിക്കൊരു എന്താ പറയുന്നത്, എന്നെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ലായിരുന്നു കേട്ടോ. ലാപ്രോസ്കോപ്പിക്ക് ശേഷം 1 മന്തിൽ റെസ്റ്റൊക്കെ കഴിഞ്ഞ് പ്രഗ്നൻസി പോസിറ്റീവായി. അങ്ങനെയൊക്കെ ആ സമയത്തുള്ള ആ ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റാണ് എനിക്ക് അസുഖം വരാൻ കാരണമെന്നാണ് അമൃത ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടേഴ്സ് പറഞ്ഞത്. അല്ലാതെ എനിക്ക് നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാഞ്ഞത് കൊണ്ട് എനിക്ക് ആകെപ്പാടെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടായത് അതാണ്. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുത്തതാണ്. നമ്മൾ ഈ കഴിക്കുന്ന മെഡിസിൻസ്, ഈ PCODക്ക് കഴിക്കുന്ന മെഡിസിൻസൊക്കെ ഹോർമോൺസ് ആണല്ലോ. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റാണ് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ കാരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞത് കേട്ടോ. അതിനിപ്പം എല്ലാ പെൺകുട്ടികൾക്കും, ഒരു 10-12 വയസ്സാവുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഇന്നത്തെ കാലത്ത് PCOD ഒക്കെ ഉണ്ട്. അതെല്ലാം ക്യാൻസറിൻ്റെ സിംറ്റം ഒന്നും അല്ല. ഇതൊന്നും അങ്ങനെയൊന്നും വളച്ചൊടിച്ചെടുക്കുകയൊന്നും ചെയ്യരുത്. PCOD ഇപ്പോൾ കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ്. അപ്പം എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് വേറൊരു രീതിയിലും ആരും വ്യാഖ്യാനിക്കുകയോ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുകയോ ഒന്നും വേണ്ട. അപ്പം അങ്ങനെ PCODക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ഒരു ഇതാണ് എനിക്ക് വന്ന അസുഖം. അപ്പം പിന്നെന്താണ്, അങ്ങനെ അസുഖം ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്നുള്ള തീരുമാനമൊക്കെ ആയ സമയത്താണ് നമുക്ക് ഫണ്ട് വേണമല്ലോ. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. എല്ലാ രീതിയിലും നമ്മൾ യാത്രാ ചെലവ് ഉൾപ്പെടെ എല്ലാം നമുക്ക് എക്സ്പെൻസീവാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ RCC തിരഞ്ഞെടുത്തു. RCCയിൽ നമുക്ക് പുറത്തുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണോ അതിൻ്റെ ഹാഫ് റേറ്റാണ് നമുക്ക് RCCയിൽ ഉണ്ടാവുന്നതാണ് എൻ്റെ അറിവ് കേട്ടോ. ഇനി അങ്ങനെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് RCCയിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പതോളജി സ്ലൈഡൊക്കെ വാങ്ങിച്ചിട്ട് വരണമായിരുന്നു. വീണ്ടും അമൃതയിൽ പോയി അതിൻ്റെ ഇതെല്ലാം സ്ലൈഡെല്ലാം കൊണ്ടുവന്ന് അവിടെ വീണ്ടും എല്ലാം ചെക്കപ്പ് ചെയ്തു. അങ്ങനെ എനിക്ക് HER2 പോസിറ്റീവ് 3rd സ്റ്റേജ് ആണ്. അതുകൊണ്ട് സർജറി ആദ്യം ചെയ്യാൻ പറ്റില്ല, കീമോ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 8 കീമോയ്ക്ക് ശേഷം സർജറിക്ക് ശേഷം 15 റേഡിയേഷൻ, ഇത്രയായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇതിൻ്റെ ഇടയ്ക്ക് 17 ട്രാസ്റ്റസുമാബ് ഇഞ്ചക്ഷൻ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ട്രാസ്റ്റസുമാബ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് HER2 പോസിറ്റീവുകാർക്ക് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ്. HER2 പോസിറ്റീവ് ക്യാൻസർ ഭാവിയിൽ വേറെ ഏതെങ്കിലും ശരീരഭാഗത്ത് വരാൻ സാധ്യതയുള്ളതായത് കൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രാസ്റ്റസുമാബ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഇഞ്ചക്ഷനാണ്. ഇപ്പം അതിൻ്റെ റേറ്റ് അന്നത്തേന് അപേക്ഷിച്ച് കുറവാണെന്നാണ് എൻ്റെ അറിവ് കേട്ടോ. അങ്ങനെ ആ ഇഞ്ചക്ഷൻ ചെയ്തു. അത് 17 എണ്ണം എന്ന് പറയുന്നത് 21 ഡേയ്സ് കൂടുമ്പോഴാണ് നമുക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 4ാമത്തെ കീമോയുടെ ഒപ്പമാണ് ട്രാസ്റ്റസുമാബ് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഹാർട്ടിന് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ച് എന്നെ ആദ്യം ബാധിച്ചത് എൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെയാണ്. പമ്പിങ് ഒക്കെ ലോ ആയി. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ അനുഭവം എന്താണ്, മരണദൂതൻ എന്നെ വിളിച്ചുകൊണ്ട് പകുതി ദൂരം പോയി, ഞാൻ മോനിക്കുട്ടൻ്റെ കൈ പിടിച്ച് തിരിച്ചു വന്നു എന്നൊക്കെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അനുഭവം ഉണ്ടായത് ഈ ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ. അത് ഇവിടെ നമ്മൾ കീമോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കീമോയുടെ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ഛർദിക്കും, ബോഡി പെയിൻ, അങ്ങനെ ഓരോരുത്തരുടെയും മെഡിസിൻ അനുസരിച്ച് അങ്ങനെ. അപ്പോൾ നമ്മളത് ഓർക്കും, അതിൻ്റെ ആയിരിക്കുമെന്ന് ഓർക്കും ഈ വയ്യാഴിക കേട്ടോ. പക്ഷേ അത് കലശലായി ശരിക്കും മരണത്തെ കണ്ടുകൊണ്ടിരുന്ന അവസ്ഥയിൽ ഇവിടുത്തെ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നമ്മൾ എവിടെയും ഇതിനുള്ള കാരണം എന്താണെന്നൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവർ നോക്കുമ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന ആളാണ്, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടാണെന്നാണ് അവർ കരുതിക്കൊണ്ടിരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്കപ്പ് ഒന്നും ആ ഒരു രാത്രിയിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. എനിക്ക് എന്താ വയ്യാഴിക എന്നുള്ളത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുമുണ്ട്. അതുകൊണ്ട് അവർക്കത് മനസ്സിലാക്കാനുള്ള പ്രയാസമുണ്ട്. എന്തായാലും മൊത്തത്തിൽ ഞാൻ വീണ്ടും പിന്നീട് RCCയിൽ പോയി. ആ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ എൻ്റെ മരണം വന്ന് എനിക്ക് കാവലിരുന്ന രാത്രിയാണ്. അതിനുശേഷം പിറ്റേന്ന് ഞങ്ങൾ RCCക്ക് പോയ സമയത്താണ് എൻ്റെ ഹാർട്ടിൻ്റെ പമ്പിങ് ലോ ആവുകയാണ്. അതൊരു 50% താഴെയായി പോയി കേട്ടോ. അതുകൊണ്ടാണ്
എനിക്ക് അത്രയും എന്താണ് ജീവൻ വിട്ടു പോകുന്ന പോലെയായിരുന്നു ശരിക്കും ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ ആ ഇഞ്ചക്ഷൻ എനിക്ക് ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഞാൻ 1.5 വർഷമാണ് കാർഡിയോളജി മെഡിസിനൊക്കെ കഴിച്ച് ഹാർട്ടിൻ്റെ പമ്പിങ് ഒക്കെ നോർമലാക്കി എല്ലാ തവണയും എക്കോ എടുത്തതിന് ശേഷമാണ് ഈ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതൊരു 2.5 വർഷത്തെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഇഞ്ചക്ഷൻ ഉൾപ്പെടെ 2.5 വർഷത്തോളം ചികിത്സയായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ചികിത്സയ്ക്ക് ശേഷമുള്ള ലൈഫ് എന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഒരു പേഷ്യൻ്റ് മാസക്ടമി കഴിഞ്ഞാൽ, അതായത് ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ, ശരിക്കും എന്നോടൊപ്പം അനുഭവങ്ങൾ പങ്കുവെച്ച ഒരാൾ എന്നോട് പറഞ്ഞതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ബാത്റൂമിലൊരു കണ്ണാടിയുണ്ട്. ആ കണ്ണാടിയിൽ ഞാനിപ്പോൾ നോക്കാറേ ഇല്ല. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ പകുതി നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഉൾക്കൊള്ളാൻ കഴിയാത്ത പലരും ഉണ്ട്. അതുകൊണ്ട് അത് കൗൺസിലിംഗ് ചെയ്ത്, ആദ്യമേ നമുക്ക് സർജറിക്ക് മുമ്പേ കൗൺസിലിംഗ് ഉണ്ട്. നമുക്ക് കാര്യങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും നമ്മളൊരു സ്ത്രീയെ സംബന്ധിച്ച് നമ്മളൊരു നമ്മളൊരു സ്ത്രീ ആവുന്നു എന്നുള്ളതിൻ്റെ സിംറ്റം ആദ്യം നമ്മുടെ ബ്രസ്റ്റ് തന്നെയാണ്. ഒരു കൊച്ചു പെൺകുട്ടിയിൽ നിന്ന് നമ്മളൊരു കൗമാരക്കാരിയിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച ആദ്യം പ്രകടമാകുന്നത് നമ്മുടെ ബ്രസ്റ്റിൽ തന്നെയല്ലേ. അപ്പോൾ അതൊരു പ്രായം വരെ നമുക്കൊരു അഴക് തന്നെയാണ്. അതിനുശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടാനുള്ള ഒരു ദൈവം തന്നിരിക്കുന്ന ഒരു വരദാനം. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു പെട്ടെന്നൊരു രോഗത്തിൻ്റെ പിടിയിൽ ഈ ഒരു ശരീരഭാഗം മുറിച്ചു മാറ്റപ്പെടുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് സഹിക്കാനോ ഉൾക്കൊള്ളാനോ വളരെ പ്രയാസമുള്ള കാര്യമാണ് കേട്ടോ. അതും ഒരു 32ാമത്തെ വയസ്സിൽ നമ്മുടെ ശരീരം മുറിച്ച് മാറ്റപ്പെടുകയാണ്. ഇനി നിനക്കതില്ല എന്നുള്ളത് ഉൾക്കൊള്ളാൻ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ഞാൻ ICUവിൽ എൻ്റെ സർജറി കഴിഞ്ഞ് ICUവിൽ ഞാൻ കണ്ണു തുറക്കുമ്പം എനിക്കെന്തോ ശൂന്യത തോന്നി. ഞാനൊന്ന് തൊട്ടപ്പോഴാണ് എനിക്ക് എൻ്റെ ശരീരം എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത്. എനിക്ക് ആ ഒരു കുറച്ച് മിനിറ്റുകൾ എനിക്കത് അറിയില്ല ഇപ്പോഴും എങ്ങനെ ഞാനത് തരണം ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് സർജറി കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷവും ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, ഞാൻ ആ കണ്ണാടിയിൽ ഇപ്പം നോക്കാറില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അത് മാനസികമായിട്ട് എൻ്റെ ശരീരം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. പിന്നെന്താണ്, ഒരു സൈഡിൽ നിന്ന് അങ്ങേയറ്റം വരെ പഴുതാര കണക്കെ സ്റ്റിച്ചിട്ട് വെച്ചിരിക്കുകയാണ് നമ്മുടെ ശരീരം. അതൊക്കെയെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് എനിക്കറിയില്ല. ഒരവസ്ഥയൊക്കെ നമ്മുടെ ദേഹത്ത് അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം സംഭവിക്കുക എന്ന് പറയുന്നത് എങ്ങനെ ഉൾക്കൊള്ളാനൊക്കെ എനിക്ക് കഴിഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല ഞാനതൊക്കെ. പിന്നെന്ത് പറയാം, ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ഇപ്പം എനിക്ക് 7 വർഷമാകുന്നു സർജറി കഴിഞ്ഞിട്ട്. 7 വർഷത്തിന് ശേഷവും ഞാൻ ഇപ്പോഴും നമ്മളെങ്ങനെയായിരുന്നോ പണ്ട് എങ്ങനെയായിരുന്നോ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ഇടുമ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ ഞാൻ ഇപ്പോഴും എൻ്റെ കൈകൾ ഇങ്ങനെ പോകാറുണ്ട്. പക്ഷെ അവിടെ ഒരു ശൂന്യതയാണെന്നുള്ളത് തിരിച്ചറിയുമ്പോൾ ഉണ്ടല്ലോ, അറിയാതെ കണ്ണ് നിറയാറുണ്ട് പലപ്പോഴും. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കുള്ളത് ദൈവം തന്നിരിക്കുന്നത് എന്തോരം വലിയ നന്മകളാണ് നമ്മൾ മനസ്സിലാക്കാതെ അത് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് അറുത്തു മാറ്റപ്പെടാവുന്നതേ ഉള്ളൂ. നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ സ്ത്രീകളുടെ വീഡിയോ മുഴുവനും അവർ ഈ ഒരു ശരീരപ്രകടനം കാണിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനകത്തൊക്കെ കാണാറുണ്ട്. അപ്പം അവർ കൂടുതൽ എക്സ്പോസ് ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്. അതുകൊണ്ട് അതൊക്കെ കാണുമ്പോൾ ഞാൻ ശരിക്കും എനിക്ക് ദേഷ്യവും സങ്കടവും വരും കേട്ടോ. ഇവരിതെന്താ ഇങ്ങനെയൊന്നും ചിന്തിക്കാത്തത്. ഞാൻ എന്നിട്ട് എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി. ഇത് RCCയിൽ ഒരു തവണയെങ്കിലും പോയിരിക്കണം എല്ലാ വ്യക്തികളും കേട്ടോ. അവിടെ ചെന്ന് അവിടുത്തെ ജീവിതങ്ങൾ കാണണം. നമ്മൾ ഈ കാണുന്ന നമ്മുടെ സൗന്ദര്യം, നമ്മുടെ കണ്ണും നമ്മുടെ മൂക്കും നമ്മുടെ തൊലിവെളുപ്പും നമ്മുടെ ശരീരത്തിൻ്റെ അഴകും ഒന്നും ഒരൊറ്റ മിനിറ്റിൽ തകർന്നു പോകാവുന്നതേ ഉള്ളൂ. ഒരു സർജറിക്ക് ശേഷം പകുതി മുറിച്ച് ഒരു ബെഡിൽ കൊണ്ട് കിടത്തി കഴിയുമ്പം അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ ആയിരിക്കില്ല ആള്. നേരെ തകിടം മറിഞ്ഞു പോകും. മാനസിക നിലയായാലും അവരുടെ ജീവിത നിലയായാലും എല്ലാം നേരെ മറ്റൊരു വ്യക്തിയിലേക്ക് തിരുത്തപ്പെടുകയാണ്. അതുകൊണ്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റിന് സർജറിക്ക് ശേഷമുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ.
പിന്നെ പിന്നുള്ള ജീവിതത്തിൽ നമുക്കിപ്പോൾ കുടുംബ ജീവിതത്തിൽ കുറേയേറെ എന്താണ് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. എന്താണ് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതാണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും കുറേ വിട്ടുവീഴ്ചകളിലൂടെ എന്താ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളെ എന്താ പറയുന്നത്, എന്നെ സംബന്ധിച്ചുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് കുറച്ചുകൂടി കൂടുതൽ അവഗണിക്കപ്പെട്ടു എന്നുള്ളത് ആ ഒരു ചികിത്സയ്ക്ക് ശേഷം എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു ചിന്തയാണ്, അവഗണിക്കപ്പെടുകയാണ് എന്നുള്ളത്. എനിക്കറിയില്ല എല്ലായിടത്തും അങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് എപ്പോഴൊക്കെയോ ഞാൻ എന്താണ് കുറവുകളുള്ളവളാണ് എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന കുറേ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാ കുറവുകളും അംഗീകരിച്ച് കൂടെ ചേർത്ത് നിർത്തുന്നവരും ഉണ്ട്, അത് സത്യമാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നൊന്നുമില്ല. പിന്നെ ഇതിന്റെ തിക്തഫലങ്ങൾ കൂടെ നിൽക്കുന്നവർ കൂടുതൽ അനുഭവിക്കുന്നുണ്ട്. ഈ രോഗം വന്നവർക്ക് അവർ പറയുന്നത് എന്താ, രോഗം വന്നവർക്ക് ബെഡിൽ എവിടെയെങ്കിലും കിടന്നാൽ മതി, കൊണ്ട് നടക്കുന്നവരാണ് ഇതിന്റെ പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷേ അവരനുഭവിച്ച് ആ പ്രയാസങ്ങൾ അനുഭവിച്ച് അവർക്ക് മടുത്തിട്ടുണ്ടാവും, അങ്ങനെയും കരുതാം, അവരെയും കുറ്റം പറയാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അസുഖം ഐഡന്റിഫൈ ചെയ്തത്, അതിന്റെ ചികിത്സ, പിന്നീടുള്ള എൻ്റെ ജീവിതം. പിന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് എന്താണ് പുറത്തിറങ്ങാൻ കഴിയുമെന്നോ ജോലിക്ക് പോകാൻ കഴിയുമെന്നോ 2 വീലർ ഓടിക്കാൻ പറ്റുമെന്നോ ഒന്നും ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. കാരണം അത്രയും ഞാനൊരു ഇരുട്ടിനെ സ്നേഹിച്ചു തുടങ്ങിയ ദിവസങ്ങളായിരുന്നു എൻ്റെ ചികിത്സയും അതിനുശേഷമുള്ള കുറേ നാളുകളും. ഞാൻ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നമ്മളെ വലിച്ചു പുറത്തേക്ക് ഇട്ടു. നീ ഇരുട്ടിലിരിക്കാൻ പാടില്ല, നീ പുറത്ത് പോകണമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി ഒരു ജോലി പോയേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം വരുത്തി വെച്ചതായിരിക്കാം. അങ്ങനെ ഇറങ്ങി ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബസ് കയറി പോവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ റൂട്ടിലുള്ള ബസ് എന്ന് പറഞ്ഞാൽ ഒരു മുട്ടുസൂചി കുത്താൻ ഇടമില്ലാതാണ്. ഞാൻ ഈ ജോലിക്ക് പോകുന്ന സമയത്ത് രാവിലെയും വൈകിട്ടും വരുന്നതും പോകുന്നതും. അങ്ങനെ ആ ബസ്സിലുള്ള യാത്രയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാഴ്ച കൊണ്ട് എൻ്റെ ഈ കൈയൊക്കെ ഉരല് കണക്കെ ആവും. അതുപോലെ കയ്യിൽ ഒരിക്കലും തൂങ്ങിപ്പിടിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് സർജറി ചെയ്ത ഭാഗത്തെ കൈ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ബസ്സിൽ കയറുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു ടാസ്ക്കായി. അങ്ങനെയാണ് ഞാൻ വീണ്ടും 2 വീലറിലേക്ക് പോയത്. 2 വീലർ ഓടിക്കുന്നതും അത്ര നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മുടെ കേരളത്തിലെ റോഡുകളാണ്, എത്ര വിചാരിച്ചാലും കൈക്ക് സ്ട്രെയിൻ ആവും. എന്നാൽ തന്നെ ബസ്സിലെ യാത്രയെക്കാളും എനിക്ക് ഭേദം എൻ്റെ 2 വീലറിൽ പോവാന്നുള്ളതാണ്. പിന്നെ 2 വീലറിൽ പോയാൽ എനിക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം ഞാൻ നിങ്ങളോടൊക്കെ പങ്കുവെച്ചിട്ടില്ലേ, എനിക്ക് തല ചുറ്റുന്ന പോലെ തോന്നും, വേച്ച് പോകുന്ന പോലെ തോന്നും, നടക്കുമ്പോഴും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ സംസാരിച്ച് കഴിയുമ്പം അത് നമ്മുടെ ആ ഒരു കാർഡിയോളജി ആ ഒരു പ്രശ്നം ഇപ്പോഴും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. ഇപ്പോഴും അതിന് ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പം 2 വീലറിൽ പോകുന്ന എത്രയോ ദിവസങ്ങളിൽ ഞാൻ 2 വീലർ എവിടെയെങ്കിലും സൈഡിൽ ഒതുക്കിയിട്ട് എന്നെ ഓട്ടോയിൽ വിളിച്ചുകൊണ്ട് പോകാറുണ്ട് ജോലിക്ക്, അല്ലെന്നുണ്ടെങ്കിൽ വിനു വന്ന് കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. അങ്ങനെയൊക്കെ. എന്നാൽ തന്നെ നമ്മൾ പിന്നോട്ടില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോകും. അപ്പം ഒരു എന്താണ് പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ജീവിക്കുന്നവരെ കാണുമ്പോൾ പലർക്കും അവർക്കെന്തോ അസുഖം വന്നു, അത് കഴിഞ്ഞില്ലേ, ചികിത്സയൊക്കെ കഴിഞ്ഞു, അതൊക്കെ മാറി ഇങ്ങനെ നടക്കുകയല്ലേ, ജോലിക്ക് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, യാത്ര ചെയ്യുന്നു. പക്ഷെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചാണ് ജീവിക്കുന്നത്, എന്തൊക്കെ സംഘർഷങ്ങളും മനസ്സിൽ ഉണ്ട് എന്നുള്ളതൊന്നും ഒരു വ്യക്തിക്കും മനസ്സിലാവില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഇതുവരെ ഉണ്ടായ ക്യാൻസർ സംബന്ധമായ കാര്യങ്ങൾ ഇതാണ് കേട്ടോ. അപ്പം ഇന്ന് ഇത് ഇത്രയും പറയണമെന്ന് വിചാരിച്ചത് ഈ സമയം കിട്ടിയത് കൊണ്ടാണ്. പാചകമായിരുന്നുകൊണ്ട് നമ്മളിന്ന് അതിൻ്റെ വിശേഷങ്ങളിലൊക്കെ ആയിട്ട് അങ്ങ് പോയേനെ. അപ്പം ഞാൻ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എൻ്റെ ചെറിയ പണികളൊക്കെ തീർത്തിട്ടേ നമുക്ക് പ്രാർത്ഥിച്ച് അത്താഴമൊക്കെ കഴിക്കാം. പിന്നെ ഇന്ന് രാത്രിയിൽ പള്ളിയിൽ ക്രിസ്മസ് ഈവാണ്, പക്ഷെ നമ്മൾ പോയില്ല. രാത്രിയിൽ അങ്ങനെ പോകാൻ നമുക്ക് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പോകുന്നില്ല കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണേ പോകാമായിരുന്നു, പക്ഷെ പിന്നെ ഞാൻ തന്നെ ഇവിടെ ഇരിക്കേണ്ടി വരും, അതുകൊണ്ട് അവരും പോയില്ല. അങ്ങനെ ഇന്നത്തെ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ.
ചുരിദാറൊക്കെ ഒന്ന് സൈസ് ആക്കട്ടെ. എത്ര ദിവസമാണെന്നറിയാം, നേരത്തെയൊക്കെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ കൊണ്ടുവന്നാൽ ആ സെക്കൻഡിൽ ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കഴിഞ്ഞ ദിവസം കാണിച്ചതാണ് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ എനിക്ക് ഇച്ചിരി സമയം കിട്ടിയപ്പോൾ ഞാനിത് സൈസൊക്കെ ആക്കി ഇട്ടുകൊണ്ട് പോയതാണ്. ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്ന സ്വഭാവമേ ഇല്ല. പിന്നെ എങ്ങനെയാണ് അത് ഇത്രയും നാൾ ഇരുന്നതെന്ന് എനിക്കറിയത്തില്ല. അതൊന്ന് സൈസാക്കണം, തയ്യൽ അഴിഞ്ഞു പോയതൊക്കെ ഒന്ന് തയ്ച്ചു വെക്കണം. ഇന്ന് ആ ജോലി തീർത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അപ്പോൾ എൻ്റെ പ്രിയങ്ങൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവരും ഞങ്ങളോട് എന്താണ് എനിക്കറിയില്ല എത്രയോ സ്നേഹത്തോടാണ് ഓരോരുത്തരും കമൻ്റ് ഇടുന്നത്. എല്ലാവരോടും കേട്ടോ, എല്ലാവരോടും ഹൃദയം തുറന്ന സ്നേഹം. നാക്കടക്കി പിഴയ്ക്കുന്നുണ്ട് കേട്ടോ. ചുരിദാർ തയ്യൽ അഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇതാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാനൊരു വീഡിയോയ്ക്കകത്ത് ഇതായിരുന്നു കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഇതാ ഇതുപോലെ ഞൊറിവുണ്ടേ, അതങ്ങ് അഴിഞ്ഞു പോയി. ഒരു ദിവസം ഞാൻ ഇത് ഇട്ടുകൊണ്ട് ജോലിക്ക് പോയി ഉച്ചയായപ്പോഴേ ഇത് അഴിഞ്ഞു കിടക്കുന്നത് മനസ്സിലായത് കേട്ടോ. ദൈവമേ, ഞാൻ വീട്ടിലെത്തപ്പെട്ട പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇതെങ്ങാനും താഴോട്ട് കീറിപ്പോയാലുള്ള അവസ്ഥ. അന്നോട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ ഞാൻ മറന്നുപോയി ഇടയ്ക്ക്. പിന്നെ ഇത് കഴുകി ഇത് മടക്കി അങ്ങ് വെച്ചിരുന്നേ. ഇടയ്ക്ക് ഒരു ദിവസം ഇത് ഇടാവുന്ന കൊണ്ട് എടുത്തപ്പോഴാണ് ഇത് വീണ്ടും ഓർമ്മ വന്നത്, ഇത് തയ്ച്ചില്ലല്ലോ എന്നുള്ള കാര്യം. പിന്നെ ഇതാട്ടോ, ഇത് ഞാൻ സൈസ് ആക്കിയില്ല, വാങ്ങിച്ചോണ്ട് വെച്ചേക്കോന്ന് പറഞ്ഞില്ലേ. ഇതിന് ഇതേപോലെ ഈ കളറിലെ പ്രിന്റ് ഉള്ള ഒരു ഷാൾ എനിക്കുണ്ട് കേട്ടോ. അതിന് എനിക്ക് ഇതുപോലത്തെ തന്നെ വേറൊരു ടോപ്പ് ഉണ്ടായിരുന്നു, അത് ഇട്ടിട്ട് അതങ്ങ് പോയായിരുന്നേ. അപ്പം ഇതുപോലെ ആ കളർ തന്നെ ടോപ്പ് എടുക്കാൻ ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ സത്യത്തിൽ മോനുകുട്ടൻ ഒരു ഉടുപ്പ് മേടിക്കാൻ കുറേ നാൾ മുമ്പ് പോയപ്പോഴേ ഈ കളർ ഇരിക്കുന്ന കണ്ടോണ്ട് ഞാൻ ഇതൊന്ന് എടുത്ത് കാണിക്കാമോ എന്ന് ചോദിച്ചേ. അപ്പം എടുത്ത് കാണിച്ചപ്പം ഇവിടെ ഇങ്ങനെ ഇത് ഈ മടക്കിൻ്റെ സൈഡിൽ ഒരു ഇങ്ങനെ ഇത് വരത്തില്ല, അഴുക്ക് പോലെ വരത്തില്ല. ആ മടക്കിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് ചിലപ്പോൾ കഴുകിയാൽ പോകുമായിരിക്കും, എന്നാലും ഇതിങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ തരുമെന്ന് പറഞ്ഞു കേട്ടോ. അവർ തന്നെ കൊണ്ടുപോയി ചോദിച്ച് ഇതിന് അന്നേരം MRP 600 രൂപയും കണ്ടായിരുന്നു MRP കേട്ടോ. അപ്പം അത് 600 ആണോ 500 ആണോ അത്രയും കണ്ടേ ഉള്ളായിരുന്നേ. അപ്പം അത് ആ ഒരു പ്രശ്നം കൊണ്ട് കാണിച്ചപ്പം പുള്ളിക്കാരൻ എനിക്കിതാ ഈ വിലയ്ക്ക് തന്ന്. കാണത്തില്ല, 250 രൂപ ഉള്ളായിരുന്നു കേട്ടോ. ഞാനിത് നല്ലപോലെ എന്തോ മറ്റേ പാൻറ്റും ഷാളും ഒക്കെ ആയിട്ട് ഇട്ട് കഴിയുമ്പോൾ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. ഇന്ന് അടുക്കളയിൽ പാചകമില്ലായിരുന്നത് കൊണ്ട് ഇത് കഴിഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഈ കസേര മടക്കി വെച്ചേക്കുമെന്നറിയോ. ഇത് രണ്ടും ഒരു കളറല്ലേ. എനിക്ക് ചില സമയത്ത് അങ്ങനെ കേട്ടോ, ഏതെങ്കിലും ഒരു കളർ ഇഷ്ടപ്പെട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വാലേ ഞാൻ എടുക്കുന്ന എല്ലാ ആ കളറെ അങ്ങ് എടുക്കും കേട്ടോ. അത് പിന്നെ കുറേ ആകുമ്പോൾ ആ കളർ പിന്നെ ഒരിക്കലും എടുക്കത്തില്ല, അങ്ങ് മാറ്റി വെക്കും, അടുത്ത കളർ പിടിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം. നമുക്കിനി പ്രാർത്ഥിച്ചിട്ട് കഴിക്കാൻ പോവാം കേട്ടോ. കഴിക്കാൻ ചോറും മാമിയുടെ സ്പെഷ്യൽ സാമ്പാറും പിന്നെ തോരനും പിന്നെ മീൻകറിയും. ഞാനേ അത് വെച്ചപ്പോൾ ഞാനൊരു കാര്യം കാണിക്കാം. നമ്മുടെ മനോരമയുടെ ഫോട്ടോഷൂട്ടിന് പോയില്ലേ ഞാൻ, ആരോഗ്യമാസികയുടെ ഷൂട്ടിന്. അന്ന് അവർ ഈ ഡ്രസ്സായിരുന്നു കേട്ടോ, ഈ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. അവർ തന്ന ഡ്രസ്സാണ് ഇത്. നമ്മൾ ബാക്കിയൊക്കെ ഫോട്ടോയിലൊക്കെ കാണുന്ന എൻ്റെ ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് അവിടുന്ന് തന്നതാണ് കേട്ടോ. എല്ലാവർക്കും വൈറ്റ് വേണമായിരുന്നു, എനിക്ക് പ്യുവർ വൈറ്റ് ഇല്ലായിരുന്നേ. അതുകൊണ്ട് പ്യുവർ വൈറ്റ് അവർ ഡ്രസ്സ് എടുത്ത് ഒരുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണത് കേട്ടോ. ഇത് ഞാൻ ഇതിൽ ഒരു എന്താണ് റിബൺ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് ഈ റിബണാണ് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരുന്നത്. ഇവിടെ ആയിരുന്നു കേട്ടോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിതെല്ലാം ഇങ്ങനെ ഇവിടെ മാറ്റി വെച്ചേക്കുവാണ്. ഇതൊക്കെ നമ്മുടെ സ്വീറ്റ് മെമ്മറീസ് അല്ലേ. ഇത് ഞാൻ ഇട്ടില്ല. പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ മാച്ചാവുന്ന പാൻറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് ചോറുണ്ണാനും പ്രാർത്ഥിക്കാനും ഒക്കെ അങ്ങോട്ട് പോകാം. തോരനെടുക്കും, നല്ല തോരൻ. മീൻ വേണ്ടേ കേക്കളെ? മീൻ വേണ്ടായോ?
അപ്പോഴേ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേര് മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ എന്നെ ഒരു എന്താ പറയുക, അവരുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ, അവരുടെ ഒരു സഹോദരിയെ പോലെ കണ്ട് എന്താ ആരോഗ്യ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇന്ന പോലൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, ഇന്ന പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ മെസ്സേജ് ഇടുന്നവരുണ്ട് കേട്ടോ, കമൻ്റ് ഇടുന്നവരുണ്ട്. എല്ലാ പ്രിയങ്ങളോടും എൻ്റെ സ്നേഹം അറിയിക്കുവാണേ, എല്ലാവരോടും സ്നേഹം അറിയിക്കുവാണ്. പിന്നെ എനിക്കാണെങ്കിൽ നമുക്ക് എന്താ നമ്മൾ വെറുതെ പറയുന്നത് കൊണ്ട് വെറും വാക്കായിട്ട് കണക്കാക്കണ്ട കേട്ടോ. ഹൃദയം തുറന്ന് മനസ്സറിഞ്ഞ് തന്നെ പറയുന്ന കാര്യങ്ങളാണ് എല്ലാവരോടും സ്നേഹമെന്ന് കേട്ടോ. കാരണം ഇത്രയേറെ ചേർത്ത് പിടിക്കാൻ നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. ആ ഒരു മനസ്സിന് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. എന്നും നന്മകളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ഈ വീഡിയോ ഇടയ്ക്ക് മിസ്സായി പോയതാണ്, ഇടയ്ക്ക് എപ്പോഴോ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇന്ന് ഞാനിതങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തു വെച്ചത് കൊണ്ട് വെറുതെ ഡിലീറ്റ് ചെയ്ത് കളയണ്ട എന്നോർത്ത് ഈ വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇടയ്ക്ക് എപ്പോഴോ ആണ്, കഴിഞ്ഞ ആഴ്ച മറ്റോ എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം.